നമസ്കാരം, ഞാൻ ആര്യ. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ മന്ത്ലി ഷോപ്പിംഗ് വീഡിയോ ആണ്. അതിൽ തന്നെ ഞാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് എനിക്കിപ്പോൾ വളരെ അർജൻറ്റായിട്ട് വേണ്ട കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് വേണമെങ്കിൽ നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഞാനിപ്പോൾ ഒരു 2 ദിവസം മുന്നേ ഒക്കെ ആയിട്ട് ഡെലിവേർഡായ പ്രോഡക്റ്റ്സ് ആണ്. കാരണം എൻ്റെ കയ്യിൽ കഴിയാറായി. അപ്പോൾ അത്രയും ചിലത് ഫേസ് വാഷൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അത്രയും അർജൻറ്റായിട്ട് വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ കാണിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം. എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് മേടിച്ചത് ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ. പ്ലമ്മിൻ്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണ്. ആക്ച്വലി ഞാനിതിൻ്റെ ഫോം ടൈപ്പാണ് നോക്കിയത്. പക്ഷെ അതിപ്പോൾ കാണിക്കുന്നില്ല. ഇപ്പോൾ ഇല്ലാത്തതാണോ അതോ അവർ അത് സ്റ്റോപ്പ് ചെയ്തോന്ന് അറിയില്ല. എന്തായാലും ഇത് അവൈലബിൾ ആണ്. എൻ്റെ സ്കിന്നിന് ഒത്തിരി സ്യൂട്ടാവുന്ന കുറച്ച് ഫേസ് വാഷ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു പ്രോഡക്റ്റാണ് പ്ലമ്മിൻ്റെ ഈ ഒരു ബ്ലൂബെറി സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്. അപ്പോൾ ആക്നി പ്രോൺ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. കുറച്ച് ജെൻറ്റിലായിട്ടുള്ള ഒരു ഫേസ് വാഷിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു മൈൽഡായിട്ടൊരു ഫേസ് വാഷ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ്. എന്നാൽ ആക്നിക്ക് നല്ലോണം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൂടിയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇനി അടുത്തൊരു പ്രോഡക്റ്റും ഞാൻ ഇതിന് മുന്നേ നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. ആക്നി പ്രോൺ സ്കിന്നാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റാണ്. ബയോഡെർമയുടെ സ്പോട്ട് കറക്റ്ററാണ്. ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെയും പ്രോഡക്റ്റ്സ് ഉണ്ട്. പിങ്ക് ഫൗണ്ടറി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഒരു സ്പോട്ട് കറക്റ്റർ ഉണ്ട്. അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട് ഇങ്ങനത്തെ സ്പോട്ട് കറക്റ്റേഴ്സ്. ആക്നി വരുമ്പോൾ ഓവർനൈറ്റ് 1-2 ദിവസമൊക്കെ വെച്ച് കഴിയുമ്പോൾ തന്നെ അത് അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ് ഇങ്ങനത്തെ പ്രോഡക്ട്സ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതാണ് പ്രോഡക്റ്റ്. ഓക്കെ, ഇത് ബയോഡെർമയുടെ ആണ്. ഇത് കുറച്ച് പ്രൈസ് ഉണ്ട്, പക്ഷെ ഓഫറിലൊക്കെ ചിലപ്പോൾ കിട്ടും. അപ്പോൾ ഇത് ഒരു ജെല്ലാണ് കേട്ടോ, ജെൽ ടൈപ്പാണ്. നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്പോട്ട് കറക്റ്റർ എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് നമ്മൾ ഫുൾ ഫേസിൽ അങ്ങനെ ക്രീം പോലെ മോയ്സ്ചറൈസർ പോലെ ഒന്നും യൂസ് ചെയ്യരുത്. എവിടെയാണോ ആക്നി ഉള്ളത് അവിടെ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഓവർനൈറ്റ് വയ്ക്കുക, അങ്ങ് ഉറങ്ങുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ ഒരു കാര്യം, എൻ്റെ സൗണ്ട് കുറച്ച് മാറിയിരിക്കുകയാണ്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു കേട്ടോ. ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. പക്ഷേ ഈ ഒരു റേഞ്ച്, ഈ ലോറിയലിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. ഇവരുടെ ഈ ഒരു റേഞ്ചിൽ വരുന്ന ഷാംപൂ, കണ്ടീഷണർ, ഹെയർ മാസ്ക് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ ഇത്തവണ ലോറിയലിൻ്റെ വേറൊരു റേഞ്ചാണ് വാങ്ങിയത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനത് യൂസ് ചെയ്തില്ല. അപ്പോൾ അത് ട്രൈ ചെയ്യാനായിട്ട് കുറച്ച് എക്സ്പെൻസീവ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ വേണ്ടാന്ന് വെച്ചിട്ടിരുന്നതാണ്. പക്ഷെ ഞാൻ എന്തായാലും മേടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ 2 പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഇതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സീല് പോലും ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്യുകയാണ്. യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് റിവ്യൂ എന്തായാലും പറയാം. ഇത് ലോറിയൽ പാരീസിൻ്റെ അബ്സല്യൂട്ട് റിപ്പയർ മോളിക്യുലർ റേഞ്ചിൽ വരുന്ന ഒരു ഷാംപൂ ആൻഡ് ഇത് കണ്ടീഷണർ അല്ല, ഇത് അവരുടെ ആഫ്റ്റർ വാഷ് സിറമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ കണ്ടീഷണർ വരുന്നില്ല, ഷാംപൂ. അത് കഴിഞ്ഞാൽ ഇതാണ് ഷാംപൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു സിറം ടൈപ്പ് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇത് റിൻസ് ഓഫ് ചെയ്യുന്നതാണ് കേട്ടോ, വാഷ് ചെയ്ത് കളയുന്നതാണ്. പിന്നെ ഒരു ലിവിൻ മാസ്ക് ഉണ്ട് ഈ റേഞ്ചിൽ, സെയിം റേഞ്ചിൽ തന്നെ. പിന്നെ ഒരു സിറം, ലിവിൻ സിറം ഉണ്ട്. അങ്ങനെ 4 പ്രോഡക്റ്റ്സ് ആണ് ഈ റേഞ്ചിൽ വരുന്നത്. അപ്പം എന്തായാലും ഞാൻ ഇത് 2 എണ്ണമേ മേടിച്ചുള്ളൂ. കാരണം ഈ ഷാംപൂ തന്നെ 1300-400 റേഞ്ചിൽ ഉണ്ട് ഈ ഷാംപൂ. ആൻഡ് ഈ ഒരു ആഫ്റ്റർ വാഷ് സിറം, ഇതും റിൻസ് ഓഫ് സിറം, ഓക്കെ, പ്രൊഫഷണൽ റിൻസ് ഓഫ് സിറം എന്നാണ്. ഇതും ഉണ്ട് ഒരു 1700 ആ ഒരു റേഞ്ചിലുണ്ട്.
സോ അതുകൊണ്ട് തന്നെ ഞാനിത് 2 എണ്ണമേ മേടിച്ചോളൂ. ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച് പറയുന്നത് ഭയങ്കര ഡാമേജ്ഡ് ആയിട്ടുള്ള എക്സ്ട്രീംലി ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിന് പോലും റിപ്പയർ ചെയ്യും, നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മെയിനായിട്ടും ഫ്രിസ് കൺട്രോൾ ചെയ്യൂ അല്ലെങ്കിൽ സ്മൂത്ത് ആക്കുമോ എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു കൺസേൺ. എനിക്കതാണ് അറിയേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് ഞാനിതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു റേഞ്ച് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഹെയർ മാസ്ക് കൂടി ട്രൈ ചെയ്യണം എന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെപ്പോഴും ഒരു ഷാംപൂ, പ്രത്യേകിച്ച് ഈ ഹെയർ കെയർ പ്രോഡക്ട്സ് ഒക്കെ പറയുമ്പോൾ ആ ഒരു ഫുൾ റേഞ്ച് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പം അതുകൊണ്ട് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം എനിക്ക് വളരെ അർജൻറ്റായിട്ട് വേണ്ടുന്ന പ്രോഡക്റ്റ്സാണ്. കാരണം ഷാംപൂ കഴിഞ്ഞു, ഷാംപൂ കുറച്ചുണ്ട്, കണ്ടീഷണർ കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞു, ഫേസ് വാഷ് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ ഒരു പർച്ചേസ്. അപ്പോൾ ഇതെല്ലാം എമർജൻസി ആയിരുന്നു. ഇനി അല്ലാണ്ടൊരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ്, ആ പ്രോഡക്ട്സ് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ഈ മാസം തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കാണിച്ച പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.